ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. എടാ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ആൾക്കാർക്കും കുറച്ച് ഡൗട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങളുടെ +1 കെമിസ്ട്രിയിലെ ഏത് ചാപ്റ്റർ എന്നറിയോ? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം, നമുക്ക് മെയിനായിട്ട് ആസിഡും ബേസിനെയും ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കൺസെപ്റ്റുകളാണുള്ളത്. ഏതൊക്കെയാ? അറീനിയസ് കൺസെപ്റ്റ്, അതേപോലെ തന്നെ ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൂയിസ് കൺസെപ്റ്റ്. അതിൽ ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ് ഒരുപാട് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന ഏരിയ. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കണേ. ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ് എന്താണ്, എങ്ങനെയാണ് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ് പ്രകാരം ഒരാൾ ആസിഡ് ആവുക, എങ്ങനെയാണ് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ് പ്രകാരം ഒരാൾ ബേസ് ആവുക എന്നുള്ളതൊക്കെ നമ്മൾ സെറ്റായിട്ട് പഠിക്കാൻ പോവാണ്. എന്താ മക്കളെ പഠിക്കേണ്ടതെന്ന് അറിയോ? ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ് പ്രകാരം ആരാണ് ആസിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H+ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ആസിഡ്. ആരാ ആസിഡ്? H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യാൻ, വിട്ടുകൊടുക്കാൻ പറ്റുന്ന ആളെ നിങ്ങൾ വിളിക്കുന്ന പേര് ആസിഡ്. ആ H+ അയോൺ ഉണ്ടല്ലോ, അയാളെ വാങ്ങുന്ന ആള് ബേസ്. എന്താ മക്കളെ? H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആള് ആസിഡ്, H+ അയോണിനെ വാങ്ങുന്ന ആള് ബേസാ. ഫോർ എക്സാമ്പിൾ നോക്കടാ, HCl-ഉം NH3-യും കൂടി മിക്സ് ആക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ HCl എന്ത് ചെയ്യുമെന്നറിയോ? ഒരു H+നെ NH3-ക്ക് വിട്ടുകൊടുക്കും. നോക്കണേ, HCl ഒരു H+നെ NH3-ക്ക് വിട്ടുകൊടുക്കും. അപ്പം എന്താ സംഭവിക്കുക? HCl ഒരു H+നെ NH3-ക്ക് കൊടുക്കുമ്പോൾ ഇത് ഇനി Cl- മാത്രം. HCl-ൽ നിന്ന് H+ പോയപ്പോൾ അത് Cl- മാത്രം. NH3 ഒരു H+നെ വാങ്ങിയിട്ട് അതാരായിട്ട് മാറൂടാ? NH4+ ആയിട്ട് മാറും. നോക്കണേ, ഇവിടെ H+നെ കൊടുത്ത ആള് HCl ആണ്, അപ്പോൾ അയാള് ആസിഡ്. HCl ആണല്ലോ H+നെ കൊടുത്തത്, അപ്പോൾ അയാള് ആസിഡ്. NH3 ആണ് H+നെ വാങ്ങിയത്, അപ്പോൾ അയാള് ബേസ്. ഓക്കെ അല്ലേ? H+നെ കൊടുത്തത് HCl ആണ്, അപ്പോൾ അയാൾ ആസിഡ്. H+നെ വാങ്ങിയത് NH3 ആണ്, അപ്പോൾ അയാൾ ബേസ്. ഇനി ഇവിടെ ആസിഡ് ആയ ആള്, ഇപ്പുറത്ത് നിങ്ങൾ അയാളെ വിളിക്കുക കോൺജുഗേറ്റ് ബേസ് എന്നാ. എന്താ വിളിക്കുക മക്കളെ? കോൺജുഗേറ്റ് ബേസ് എന്നാ വിളിക്കുക. ഇവിടെ ബേസ് ആയ ആളെ അപ്പുറത്ത് എത്തുമ്പോൾ നിങ്ങൾ വിളിക്കുക കോൺജുഗേറ്റ് ആസിഡ് എന്നാ. എന്താ വിളിക്കുക? കോൺജുഗേറ്റ് ആസിഡ്. മറക്കരുതേ, ഇവിടെ ആസിഡ് ആയ ആൾ ഇപ്പുറത്തെത്തുമ്പോൾ കോൺജുഗേറ്റ് ബേസ് ആവും, ഇവിടെ ബേസ് ആയ ആൾ ഇപ്പുറത്തെത്തുമ്പോൾ കോൺജുഗേറ്റ് ആസിഡ് ആവും. ഓക്കെ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എഴുതാൻ പറഞ്ഞാൽ, നിങ്ങളോട് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എഴുതാൻ പറഞ്ഞാൽ, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എഴുതാൻ പറഞ്ഞാൽ ഇതിൽ ആരൊക്കെയാടാ മക്കളെ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ? ആരതിൽ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ ആരൊക്കെ വരിക? എടാ, ഇവിടെ ഉള്ള ആസിഡ് ആരാ? അത് HCl. അതിൻ്റെ ബേസ് പെയർ ഇപ്പുറത്ത് ആരാ? Cl-. അപ്പം HCl-ഉം Cl- എന്ത് പെയറാ? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറാ. ഇനി ഇപ്പുറത്ത് ഇവിടെ ആരാ? അത് NH3 ആണ്. ആ NH3-യുടെ ആസിഡ് പെയർ ഇവിടെ ആരാ? അത് NH4+ ആണ്. അപ്പം NH3-യും NH4+ഉം എന്ത് പെയറാ? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്. മക്കളെ ഓക്കെ അല്ലടാ? റെഡി അല്ലേ? അതായത് H+നെ കൊടുക്കുന്ന ആള് ആസിഡ്, H+ വാങ്ങുന്ന ആള് ബേസ്. ഇവിടെ ആസിഡ്, ഇവിടെ കോൺജുഗേറ്റ് ബേസ്, ഇവിടെ ബേസ് പുറത്ത് കോൺജുഗേറ്റ് ആസിഡ്. അവരെ പെയറാക്കി എഴുതിയാൽ അത് കോൺജുഗേറ്റ് എന്ത് പെയറായി? ആസിഡ് ബേസ് പെയറായി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ്. ഇനി എല്ലാവർക്കുള്ള ചോദ്യം, സാർ ഇപ്പോൾ കൺസെപ്റ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്താണ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. എന്താണ് അവിടെ നിന്ന് ചോദിക്കണ ക്വസ്റ്റ്യൻ എന്നറിയോ? പഠിച്ചു വെച്ചോ. കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും കാണാൻ പറയും. എന്താ കാണാൻ പറയുക? കുറച്ച് ആൾക്കാരെ തന്നിട്ട് അവരുടെ കോൺജുഗേറ്റ് ആസിഡും
കോഞ്ചുഗേറ്റ് ബേസും കാണാൻ പറയും. എടാ ട്രിക്ക് എന്താണെന്നറിയോ? കോഞ്ചുഗേറ്റ് ആസിഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആഡ് H+. പഠിച്ചോ? ട്രിക്ക് എന്താ? ഒരാളുടെ കോഞ്ചുഗേറ്റ് ആസിഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ട്രിക്ക് എന്താ? ആഡ് H+. കാണാതെ പഠിക്കണേ. കോഞ്ചുഗേറ്റ് ആസിഡ് കാണാൻ പറഞ്ഞാൽ H+നെ ആഡ് ചെയ്യുക. ആഡ് H+. ഇനി കോഞ്ചുഗേറ്റ് ബേസ് ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ H+നെ റിമൂവ് ചെയ്യുക. റിമൂവ് H+. പഠിക്കണേ. കോഞ്ചുഗേറ്റ് ആസിഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് H+. കോഞ്ചുഗേറ്റ് ബേസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റിമൂവ് H+. എടാ നോക്കടാ, H2O കോഞ്ചുഗേറ്റ് ആസിഡ് Ca എന്ന് പറഞ്ഞ കോഞ്ചുഗേറ്റ് ആസിഡ് H2Oക്ക് നിങ്ങൾ H+ ആഡ് ചെയ്യുക. അപ്പം എന്താ വരിക? H2Oക്ക് നിങ്ങൾ H+ ആഡ് ചെയ്യുമ്പോൾ അത് H3O+ ആയിട്ട് മാറും. H2Oക്ക് H+ ആഡ് ചെയ്യുമ്പോൾ അത് ആരായിട്ട് മാറും? H3O+. കോഞ്ചുഗേറ്റ് ആസിഡ് കിട്ടി. ഇനി H2O H+ ഒഴിവാക്കിയാൽ അത് കോഞ്ചുഗേറ്റ് ബേസാ. H2O H+ ഒഴിവാക്കിയാൽ പിന്നെ ആര് മാത്രം ഉണ്ടാവുക? OH-. അല്ലടാ, H2O H+ഉം OH- ആണല്ലോ. അതിൽ നിന്ന് H2Oയിൽ നിന്ന് നിങ്ങൾ H+ ഒഴിവാക്കിയാൽ OH- ആണ്. ആ OH- ആണ് അയാളുടെ കോഞ്ചുഗേറ്റ് ബേസ്. ഇനി NH3 എടുക്കുക. നോക്കടാ, NH3. ആ NH3യിലോട്ട് നിങ്ങൾ H+ ആഡ് ചെയ്യുക. അപ്പൊ കോഞ്ചുഗേറ്റ് ആസിഡ് കിട്ടും. ആരാ? NH3ക്ക് H+ ആഡ് ചെയ്താൽ NH4+. NH3ക്ക് ഒരു H വന്ന NH4. ഒരു പ്ലസും കൂടി വന്ന അത് NH4+. NH3 ഒരു H+ പോയാൽ അതാരായിരിക്കും? NH2- അല്ലേ? NH3 ഒരു H പോയാ NH2, H+ പോയാ NH2- ആണ്. ഇനി മക്കളെ HSO4-. HSO4- നിങ്ങൾ ഒരു H+ ആഡ് ചെയ്താൽ Hക്ക് ഒരു H കൂടി വന്ന H2SO4. മൈനസ് കൊടുക്കരുത്, കാരണം നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് H+ ആണ്. HSO4- ഒരു H+ ആഡ് ചെയ്താൽ അത് H2SO4. ഇനി ഈ HSO4- നിന്ന് ഒരു H+ പോയാൽ H പോയാൽ SO4-. പക്ഷെ H+ പോണത്. ഒരു പ്ലസ് പോയാൽ ഒരു മൈനസ് കൂട്ടണം. അപ്പൊ SO4 ഇനി HCO3-. അതിലോട്ടൊരു H+ ആഡ് ചെയ്യുക. HCO3- ഒരു H+ ആഡ് ചെയ്താൽ അത് H2CO3 ആയിട്ട് മാറും. ആരായിട്ട് മാറൂടാ? H2CO3. ഈ HCO3- നിന്ന് ഒരു H+ കൊടുത്താലുണ്ടല്ലോ അത് CO3- എന്നായിരിക്കും. H പോയാൽ H+ പോയോണ്ട് CO3-. പഠിച്ചു വെക്കണേ. ഇങ്ങനെയാണ് നിങ്ങൾ ഒരാളുടെ കോഞ്ചുഗേറ്റ് ആസിഡും കോഞ്ചുഗേറ്റ് ബേസും കാണുക. എന്താ ട്രിക്ക്? കോഞ്ചുഗേറ്റ് ആസിഡ് കാണാൻ ആഡ് H+. കോഞ്ചുഗേറ്റ് ബേസ് കാണാൻ സബ്സ്ട്രാക്ട് H+. കുറക്കുക എന്നുള്ളതാണ് മക്കളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഏത് ചാപ്റ്ററിലാ? +1 കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്റർ അല്ലേ? അല്ല, 6ാമത്തെ ചാപ്റ്റർ. 6ാമത്തെ ചാപ്റ്ററിൽ ഇക്വിലിബ്രിയത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ്. അത് വെച്ചിട്ട് എങ്ങനെ കോഞ്ചുഗേറ്റ് ആസിഡും കോഞ്ചുഗേറ്റ് ബേസ് കാണാം എന്നുള്ള പ്രോബ്ലം ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിങ്ങളിത് അടിപൊളിയായിട്ട് ഇപ്പം തന്നെ എഴുതി പഠിച്ചു വെച്ചോ. ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? സെറ്റാക്കി പഠിക്കണേ. എഴുതി നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് മക്കളെ. ഓക്കെ, താങ്ക് യു.